KSSPU കായംകുളം ടൗൺ ബ്ലോക്ക് സമ്മേളനം നടത്തി. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് സമ്മേളനമാണ് നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ചിട്ടയോടെ തന്നെ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതില് ലേശം പോലും അസത്യമില്ല. കാരണം ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ 5 യൂണിറ്റുകളാണ്. നമ്മളൊരു സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഓരോ യൂണിറ്റിന്റെയും സമ്മേളനം നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ബ്ലോക്കിന്റെ സമ്മേളനത്തിലേക്ക് പോകൂ. അങ്ങനെ നമുക്ക് സാധിക്കും. ഓരോ യൂണിറ്റിലും വാർഷിക സമ്മേളനം കൂടി അതിന്റെ ഒരു വർഷത്തെ പ്രവർത്തന വിലയിരുത്തൽ നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട്, അതുപോലെ ഒരു വർഷത്തെ ഓഡിറ്റ് ചെയ്ത കണക്ക്, ഇതെല്ലാം സമ്മേളനത്തില് പ്രസന്റ് ചെയ്ത് സമ്മേളനത്തിൽ വെച്ചിട്ട് അതിന് വേണ്ട ഭേദഗതികളോ കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ വേണമെങ്കിൽ അതിനെല്ലാം വിധേയമാക്കിക്കൊണ്ട് സമ്മേളന റിപ്പോർട്ട് അംഗീകരിച്ച് ഈ ഒരു നടപടി നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. പക്ഷേ ചിട്ടപ്പടി അത് പോകണമെങ്കിൽ നമ്മുടേതുപോലെ ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു സംഘടനയ്ക്ക് അത് സാധിക്കും. ഇത് പറയുമ്പോൾ നമ്മുടെ സംഘടനയുടെ ഒരു പ്രത്യേകത, സർവീസിലായിരുന്നപ്പോൾ മറ്റ് രീതിയിലുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചവര്, അതുപോലെ പല പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള അതിന്റെ ഒരു അല്പം ഒരു പ്രാമാണിത്വവും അല്പം ഒരു അധികാര സ്വഭാവവും അല്ലെങ്കിൽ അല്പം ഒരു വിധേയത്വ മനോഭാവവും ഒക്കെ ഉള്ളവര് ഓരോരുത്തരും ഏത് ജാതി മത വിഭാഗങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ള വ്യത്യാസം, പിന്നെ നമ്മുടെ രാഷ്ട്രീയമായ നിലപാടുകള്, ചായ്വുകള്, ഇതെല്ലാം ഉള്ള പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകളെ പേറുന്ന, ഒരേ സമയം നമ്മുടെ ഒരു ശക്തിയും എന്നാൽ ദൗർബല്യവുമായി മാറാവുന്ന കാര്യങ്ങൾ. സി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ സമ്മേളനം നടന്ന വളരെ തിരക്ക് പിടിച്ചാണ്. 33ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ട വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ കായംകുളത്തെ കമ്മിറ്റി. അതുകൊണ്ട് തന്നെ മുൻ ബ്ലോക്ക് സമ്മേളനങ്ങളിൽ നിന്ന് അത്രയൊന്നും സമയം നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. എല്ലാം ഒരു തിരക്ക് പിടിച്ച ഒരു പ്രവർത്തനമാണ് നടത്താൻ കഴിയുന്നത്. കെ ഷറഫുദ്ദീൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ട്രഷറർ എ ഇസഹാക്ക് കുഞ്ഞ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സി മുരളീധരൻ പിള്ള, ഹുസൈൻ പായിക്കാട്, ജി സുകുമാരിയമ്മ എന്നിവരടങ്ങുന്ന പ്രസീഡിയമായിരുന്നു സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ജി ഗീത വരണാധികാരിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.